ഈ യൂസ്ഡ് കാർ എടുക്കുന്നതിൽ ഒരു ജെം കാറുകളുണ്ട്. ജെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാരേജ് കെപ്റ്റ് കാർസ് എന്ന് പറയും. അതായത് വണ്ടീനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വന്തമായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് ഉണ്ടോ വണ്ടി, അതായത് ഷട്ടറൊക്കെ ഉള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. പണ്ട് മുതലേ കാറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് വണ്ടി കീപ്പ് ചെയ്യാറ്. ചില ആൾക്കാർ കംപ്ലീറ്റ്ലി മൂടി പൊതിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വണ്ടി വെച്ചിട്ടുണ്ടാവും വീട്ടിൽ. അതൊക്കെ ആ വാഹനത്തിൻ്റെ ഓണർ ആ വണ്ടീനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്തരം വണ്ടീൻ്റെയൊക്കെ എക്സ്റ്റീരിയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ ക്ലിയർ കോട്ട് വെയിൽ കൊണ്ടിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ടാവില്ല. പെയിൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് വണ്ടീൻ്റെ മുകളിൽ ക്ലിയർ കോട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ പോളിഷൊക്കെ ചെയ്യും. അപ്പം അത്തരം വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പെയിൻ്റ് ആയിരിക്കും, ക്ലിയർ കോട്ട് നശിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വണ്ടി എടുക്കുന്ന ടൈമിൽ ഞാൻ അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുമ്പോൾ ഈ പബ്ലിക് പ്ലേസിലൊക്കെ പാർക്ക് ചെയ്യുന്ന വണ്ടികളുണ്ടാവും. വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല, റോഡിലായിരിക്കും പാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് ഈ കാക്കയൊക്കെ അപ്പി ഇട്ടിട്ട് അതിൻ്റെ ക്ലിയർ കോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു ആസിഡാണ് കാക്കേൻ്റെ അപ്പി എന്ന് പറയുന്നത്. അതായത് ക്ലിയർ കോട്ട് ഡാമേജ് ആയി മെല്ലെ പെയിൻറ്റിലേക്ക് ഇറങ്ങും. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് പിന്നെ ഫുള്ളായിട്ട് റീപെയിൻ്റ് ഒക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ വണ്ടി എടുക്കുന്നത്, ഫുള്ള് റീപെയിൻ്റ് അടിക്കാനല്ലോ വണ്ടി എടുക്കുന്നത്. എത്ര ഭയങ്കര എക്സ്പെൻസീവ് അല്ല അതൊക്കെ. പക്ഷേ ഈ ഗാരേജ് കെപ്റ്റ് കാർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി എ ജെം. അത്ര വണ്ടികളൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും വിടരുതെന്നേ ഞാൻ പറയുള്ളൂ.